സമാധാനം. ഹലോ മച്ചാമാരെ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഉളുപ്പുണ്ണിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് അനിയന്മാരും ചേട്ടന്മാരും കസിൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് കുണ്ടന്നൂരാണുള്ളത്. ഇവിടെ ടോട്ടൽ 14 പേരും 7 വണ്ടിയായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ആദ്യം പോകാൻ തീരുമാനിച്ച സ്ഥലം കോട്ടപ്പാറ ഹിൽ ടോപ്പായിരുന്നു. പിന്നെ ദിവൻ്റെ ഐഡിയയിൽ വിശ്വസിച്ചാണ് ഈ കാണുന്ന ഇത്രയും പേര് വന്നേക്കണം. അതുകൊണ്ട് അവൻ്റെ ഐഡിയ അനുസരിച്ച് തന്നെ സ്ഥലം മാറ്റിക്കളഞ്ഞ് ഇപ്പോൾ പോകുന്നത് ഉളുപ്പുണ്ണി ഹിൽ ടോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവനെ ഞങ്ങൾ കൊക്കയിൽ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാം. പിന്നെ ഈ ടീമിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും കലാകാരന്മാരാണ്, ആർട്ടിസ്റ്റാണ്. എല്ലാവരും ഓരോ പാട്ട് പാടും, പിന്നെന്താണ് ഗിറ്റാർ വായിക്കും. അങ്ങനെ എല്ലാ ആൾക്കാരും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും തന്നെ. അപ്പോൾ എല്ലാവരും ഒരു ഹായ് കൊടുത്തേ. ഹായ്. പിന്നെ അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം എപ്പോഴും പറയുന്ന പോലെ സമാധാനം. അപ്പോൾ അതേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് എല്ലാവരും വണ്ടിയെടുത്ത ആവേശത്തിൽ നേരെ ഓടിച്ചോണ്ട് പോയി. എന്നിട്ട് ഞങ്ങൾ 2 പേര് മാത്രമാണ് കറക്റ്റ് റൂട്ടിലേക്ക് വന്നത്. 2 അല്ല 4 പേര്, അതായത് 2 വണ്ടി. ബാക്കി എല്ലാവരും നേരെ പോവുകയും ചെയ്ത്. അതുപോലെ തന്നെ ഒരു വണ്ടിയുടെ ഓയിൽ മാറാനുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയുടെ ഓയിൽ മാറിയതിന് ശേഷമാണ് അവർ വന്നത്. അപ്പോൾ കുറേ സമയം പോസ്റ്റ് കിട്ടേണ്ടി വന്നു. മിക്കവാറും ഇന്ന് മിക്കവാറും എപ്പോൾ എത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിൽക്കുവാണ്. ഇപ്പോൾ ഒരു ടീം കൂടി വരാനുണ്ട്. ഇന്ന് ആറിന് വേണ്ടി പ്രൊമോഷൻ നടത്തിയാലോ? അവർ കൂടിയേ വരാനുള്ളൂ. അപ്പോൾ അവർ വന്നു കഴിയാൻ നേരത്തെ അവർ വന്നിട്ട് നമുക്ക് അവിടെ എത്ര ടൈം എത്ര ചിലപ്പോൾ വ്യൂ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നത് അന്ന് അവന്മാർ വരുന്നുണ്ട്. എല്ലാ പ്ലാനിട്ടവനാ വഴിതെറ്റിപ്പോയി വല്ലയിടത്തും പോയേക്കണം. അവന്മാര് എടാ അവന്മാരെത്ര ഇൻട്രസെപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മളിതേ ഈ സ്റ്റാർ എന്താണ് വേണ്ടിയിട്ട് ഈ സ്റ്റാർ വെച്ച് വന്നിട്ട് നമ്മളാണ് കഴിച്ച് ആദ്യം വെച്ചത്. ദേ ഇവിടെ നിന്ന് ഷോക്ക് അടിച്ച് ദേ വന്നേ ഉള്ളു ഇൻട്രസെപ്റ്റർ ഉണ്ടെന്നൊക്കെ. ഈ വണ്ടി വെച്ച് ഇത് കണ്ട ഇവന്മാരൊക്കെ ഇപ്പഴാണ് എത്ര. നമ്മളിതേ ഈ വണ്ടി ഈ വണ്ടി കൊണ്ട് നമ്മളാണ് ആദ്യം വെച്ചത്. അതെ, ഞങ്ങളാണ് ആദ്യം ചെയ്തത്. പെട്ടി വണ്ടിയിലാണോ അല്ലേന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്ര കഷ്ടപ്പെട്ടാണ്.
വലിയ വണ്ടിയല്ലല്ല കാര്യം, നമ്മള് എങ്ങനെ വണ്ടി ഓടിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും. ഞങ്ങളോർത്തിരുന്നേ ഞങ്ങള് താമസിച്ച് എന്തോ പുറകിലാണെന്നൊക്കെ ഓർത്ത, അപ്പോഴാണ് മനസ്സിലായി ഇവന്മാരൊക്കെ ഇപ്പോഴാണ് വന്നത്. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ബാക്ക്ഗ്രൗണ്ട് കണ്ട, ഇവനല്ല പുറകിൽ കണ്ട, അത് കണ്ടപ്പോഴാണ് അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ ഒരു ആശ്വാസം കിട്ടി. സ്ഥലത്തിന്റെ പേര് തൊടുപുഴയ്ക്ക് അടുത്താണ് ഇപ്പൊ നിക്കണത്. ഒരാള് കൊല നടത്തുന്നു, കൊല വെട്ടിക്കൊണ്ടുപോകും. കൊലയും കൊണ്ടാണ് കൊലക്കാരൻ പോകും. ഇനി ഇവിടെ നിന്ന് നമ്മുടെ സ്ഥലത്തേക്കൊരു 10-30 കിലോമീറ്റർ ഉണ്ടാവും. ഇനി ഇവിടെ നിർത്തിയെന്ന് പറയാൻ നേരത്ത് ഇവിടെ കൂടി ഒരു നദിയാണ് അവിടെ, അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ ഓർത്താണ് ഞാൻ നിർത്തിയത്. ഇതേ കണ്ടല്ലോ, ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ആരും ഇങ്ങനെയൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതേപോലെയൊക്കെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ട് ഇവിടെ ഇടരുത്. ബോർഡ് വെച്ചേക്കുന്ന സ്ഥലത്ത് അവസ്ഥയാണ് ഇത് നോക്കി. കറക്റ്റ് ബോർഡിൻ്റെ കാലത്ത് തന്നെ കൊണ്ടിട്ടിട്ടുണ്ട്. കാര്യം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറി ഒറ്റ വേസ്റ്റ് ഇല്ല. എന്താണെന്ന് അറിയാൻ ബോർഡ് വെച്ചാൽ മലയാളികൾക്ക് അവിടെ വേസ്റ്റ് ഇട്ടു. ഓ ഗൈസ്, നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കാൻ നേരത്തെ ഇവിടെ നല്ലൊരു എന്താ പറയുക അരുവി ഒഴുകുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അത് തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ പോണ ഡെസ്റ്റിനേഷനിലല്ല കാര്യം, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന കാഴ്ചകൾക്കാണ് കാര്യം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം വേറൊന്നുമല്ല, ഇതൊരു പാലമാണ്. അപ്പോൾ വണ്ടി വരുന്നുണ്ട്, അപ്പോൾ അത് കാരണം വണ്ടി എൻ്റെ കൈയും കൊണ്ട് പോരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണതിൻ്റെ കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങളിത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, എന്താ പറയുക, അടിപൊളിയല്ലേ? അടിപൊളിയാണോ നിങ്ങൾ പറ. ഞാൻ എന്തായാലും ഇതിൻ്റെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. കാര്യം നല്ല രസമുണ്ട് കാണാം. പിന്നെ അവിടെ ആരുണ്ടൊക്കെ കുളിക്കാതിനൊക്കെ ചെയ്യുന്നുണ്ട്. കുളിച്ച് പിടിക്കാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോകാൻ അറിയാൻ വില കേട്ടാ. നല്ല രസമുണ്ട് കാണാൻ എന്തായാലും. വഴി ഭയങ്കര സീനാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് ആക്കാൻ വേണ്ടി ആരോ തല്ലി. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ റോഡേ ഇല്ല, അതാണ് ഓഫ് റോഡ്. ഓഫ് റോഡ് ആക്കാൻ വേണ്ടി തല്ലിപ്പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു പവറേ ഓഫ് റോഡിങ്ങിന് വേണ്ടിയല്ലേ റോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും മാറി മാറി അത് എല്ലാ ഗവൺമെന്റ്സിനും ഒരു ഹാറ്റ്സ് ഓഫ്. അതെ, ഇതുപോലൊരു റോഡ് ഉണ്ടാക്കിയ. അതെ, ഓഫ് റോഡർക്ക് വേണ്ടി അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റോഡ് സെറ്റ് ചെയ്ത് തരും. എൻ്റെ വണ്ടിയാണെങ്കിൽ ഇല്ലായിരുന്നു. എൻ്റെ വണ്ടി വരണമെന്ന് ഓർത്തത്. പക്ഷെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഇവന്മാരുടെ ഒരു വണ്ടി തന്നായിരുന്നു. പക്ഷെ ആ വണ്ടിയാണെങ്കിൽ എൻ്റെ പൊന്നോ, ഈ റോഡിൽ കൂടി കയറണമില്ല, ഒരു പണി നടക്കണില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഇവിടെ എത്തി. ഇനി മേള് വരെ എത്തുക എന്നുള്ളത് അറിയാൻ പാടില്ല. എന്തായാലും പോയി നോക്കണം ആ വണ്ടി എത്രത്തോളം എത്തുമെന്നറിയില്ല. എടുക്കാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ വണ്ടിക്ക് ഇൻഷുറൻസ് തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി കൊണ്ട് ഇൻഷുറൻസ് തീർന്നു. അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തില്ല. കാര്യം നമ്മൾ ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന തെറ്റല്ലേ, അതാണ്. ഇതിൻ്റെ മേളിലാണെങ്കിൽ ഇപ്പോൾ മൊത്തം
ഈ ഓറഞ്ച് കളറിലിരിക്കുക. കാര്യം സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ആ കളറ് ഫുള്ള് നമ്മളെ മൊത്തം ഓറഞ്ച് കളറാക്കിയേക്ക്. ഇവിടെ ഫുള്ള് ഓറഞ്ച് കളറാണ്. ഇവനാണ് ജിമ്മിൽ പോയി മാത്രമേ ഇതുവരെ അണച്ചിട്ടുള്ളൂ. അതെ, പണിയെടുക്കാത്തവനാ. എടാ ഇത് ഡെയിലി ഒന്ന് കയറി ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ ചേട്ടൻ വന്നുണ്ട് പറയും. ഇത് മറ്റേ ബിഗ് ബിക്കകത്ത് സ്ലോ മോഷൻ വന്നിട്ടിരിക്കുക. ഇവിടെ നടക്കാൻ പറ്റാണ്ട് കുറേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോന്ന് അറിയാൻ പാടില്ല. കുറേ ചീവീടുകളും സംഭവങ്ങളുടെയൊക്കെ നല്ല ശബ്ദമുണ്ട്. കിണക്കണ കാരണമൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാനും പണിയെടുക്കാറില്ല. പക്ഷെ പോളാട്ടെ നല്ല സ്ഥലമാണ്, അടിപൊളിയാ. കാര്യം ഫുള്ള് കാടാണ്. അണലി വന്ന് കടിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും. കാര്യം ഹോസ്പിറ്റലിൽ തന്നെ മരിക്കും. സ്വന്തം റിസ്കി വരിക. സത്യം പറഞ്ഞാൽ കൊറോണ സമയത്ത് വരാൻ പാടില്ലാത്തതാണ് ഒരു സ്ഥലത്തേക്ക്. നമ്മൾ കൊറോണ ആയിട്ട് പോലും വന്നതിൻ്റെ കാര്യം ഞങ്ങളല്ലേലും ഇപ്പോൾ എല്ലാ സേഫ്റ്റി മെഷറോട് കൂടിയാണ് വന്നേക്കണം. സാനിറ്റൈസർ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പോലും ചായ കുടിക്കാൻ പോലും നിർത്തിയിട്ടില്ല. അതാണ് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. നേരെ വരിക, ആരെയും തൊടാതെ സ്ഥലങ്ങൾ കാണുക, തിരിച്ചു പോകുക എന്നുള്ള ഉദ്ദേശത്തോടെ സാമൂഹ്യ അകലം പാലിച്ചിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ മാത്രമല്ലേ ഇരിക്കുന്നുള്ളൂ. കാര്യം വേറെ ഒരാളുടെ ഒക്കെയിലേക്കും പോകുന്നില്ല. ഞാൻ ഇണക്കണം നിങ്ങൾക്ക് നല്ലോണം കേൾക്കാൻ തോന്നുന്നു. വേണ്ട, ഫുള്ള് കാടാണ്. ഇവിടെ സർവത്ത് കുടിക്കാനായിട്ട് കടയുന്നുണ്ട്. ഒരുത്തിന് സർവത്ത് കുടിക്കണോ? വേണ്ട, നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ. അല്ലടാ, ഈ കാട്ടിനകത്തുനിന്ന് മലം കുറവാ മണിക്കാട്ടില്ലേ നമുക്കൊരു പാട്ടൊക്കെ പാടിപ്പോയാ കേറ്റം കയറാൻ അറിയാം. ഏത് തക്കുട് മേളിരുന്ന് പുള്ളിയായിരിക്കും. അതായിരിക്കും ഇത്ര സൗണ്ട്. തടി പൊട്ടി താഴെ കിടക്കുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു വണ്ടി ഓടിച്ചു തന്നെ ഒരു ബ്രിഡ്ജിൻ്റെ. ആ ബ്രിഡ്ജ് ഇവിടെ മലവെള്ളം എന്തോ വെള്ളമൊക്കെ വന്നപ്പം അതേപടി ഇടിഞ്ഞ് താഴ്ത്തു വിടുന്നാ പറയണം. എനിക്കറിയില്ല, ഇവര് പറഞ്ഞതാണ്. ഈ നാട്ടുകാരാണ്. ഇതിൽ വല്ല സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിതിൻ്റെ മേളിലെത്തി. ഇപ്പം അവന്മാരിച്ചിരി നേരത്തെ വന്നു. നമ്മൾ മറ്റേ വണ്ടിയിലായിരുന്നല്ലേ, TVS സ്റ്റാർ. അതുകൊണ്ട് R15 ഓടിച്ചാലും തിപ്പഴ എത്തണം. അങ്ങനെ തന്നെ പറയണം കേട്ടോ. ഞങ്ങളിത് ഇവിടെ വന്നിട്ട് മൊത്തം ഇരുട്ട്. നിങ്ങൾക്കൊന്നും കാണിക്കാൻ പറ്റാത്തൊരു അതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. കാറ്റ് കാരണം എന്ത് കിട്ടുന്നുണ്ടോന്ന് അറിയാനും പാടില്ല. ഈ നമുക്ക് ഇതിൻ്റെ വെളിയിൽ നിന്ന് തള്ളിയിട്ടാല. ഞങ്ങളുടെ യാത്രയോടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ.